ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണിത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. സവാളയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു എന്നിവ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിയില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ഉടച്ചൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് മുട്ടയൊക്കെ വേവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരൽപ്പം കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഉടച്ചൊഴിച്ച മുട്ടക്കറി ഇവിടെ തയ്യാറായി. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.